ഇനി ഞാൻ സാമ്പത്തിക ശാപം എന്ന ആശയത്തിലേക്ക് പോകുക. ഇതൊന്ന് തൊടണം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലായിടത്തും ഇത് തൊടാറില്ല. സാമ്പത്തിക ശാപം ഇതുപോലെ ഒരിക്കൽ ഒരു ബൈബിൾ അനുഗ്രഹവും ശാപവും എന്നുള്ള വിഷയത്തിന് ക്ലാസ് എടുത്തു. ഈ സബ്ജക്റ്റ് സാമ്പത്തിക ശാപം എന്ന വിഷയം ഞാനൊന്ന് തൊടുന്ന പതിവ് പോലും ഇല്ല. പക്ഷേ ഒരപ്പച്ചൻ എൻ്റെ അടുക്ക വന്നിച്ച് പറഞ്ഞു, ആ സാമ്പത്തിക ശാപത്തെക്കുറിച്ചൊന്ന് പറഞ്ഞ് സാമ്പത്തിക ശാപം പൊട്ടിക്കിട്ടാൻ വേണ്ടി ഒരു സ്തോത്ര കാഴ്ച എടുക്കണം. ഞാൻ ഇതെന്തൊരു പരിപാടി, എനിക്കങ്ങനെ അറിഞ്ഞുകൂടാ. അല്ല പാസ്റ്റർ പണ്ടൊരിക്കൽ എടുത്തതാണ്. ഞാൻ എവിടെയോ പറഞ്ഞ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം അങ്ങേർക്ക് അങ്ങനെ ആയിരിക്കും തിരിഞ്ഞത്. അദ്ദേഹം പറഞ്ഞുകൊണ്ട് 1,00,000-ലധികം രൂപ കടമായി, ആത്മഹത്യ അല്ലാതെ എനിക്ക് വേറെ ഒരു മാർഗവുമില്ല എന്ന് കണ്ട് ഞാൻ മാറിയിരിക്കുമ്പോൾ ഇതുപോലെ പാസ്റ്റർ ഒരു പ്രസംഗം പറഞ്ഞു. അതിനകത്ത് സാമ്പത്തിക ശാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ ദൈവത്തിനൊരു നല്ല ഓഫറിങ് കൊടുക്കാൻ പറഞ്ഞു. അന്ന് എൻ്റെ കയ്യിൽ ആകെപ്പാടെ ഉണ്ടായിരുന്നത് മുഴുവനും ഞാൻ ഓഫറിങ് ആയിട്ടിട്ടു. ബസ് ചാർജിന് എൻ്റെ പൈസ ഇല്ല. ഞാൻ കൊണ്ട് 9 കിലോമീറ്റർ നടന്ന് വീട്ടിൽ പോയി. ഒരപ്പച്ചൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ 1 മാസത്തിനകം എൻ്റെ മുഴുവൻ കടം വീടി. ഇന്ന് ഒരു സ്തോത്ര കാഴ്ച കൂടെ എടുക്കണം. ഞാനത് ഇടാൻ വന്നിരിക്കുക. 50,000 രൂപ എന്ന് ഇടാൻ നിൽക്കുക. സാമ്പത്തിക ശാപം പൊട്ടി, എൻ്റെ ഇത് പൊട്ടി. അതിന് ദൈവത്തോടൊരു നന്ദി സൂചകം. ഒരു 50,000 രൂപ ഇടാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു എടുക്കാം അപ്പച്ചാ, നാളെ ആട്ടെ. പിറ്റേ ദിവസം എടുത്തു. അതിനുശേഷമാണ് ഞാൻ ആ സ്പെഷ്യൽ ഓഫറിങ് കളക്ട് ചെയ്ത് തുടങ്ങിയത്.